എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വലിയ ബിസിനസ്സുകൾ എന്തുകൊണ്ടാണ് വലുതാകുന്നത്, അതിൻ്റെ റീസൺ എന്താണെന്നറിയോ? മാർക്കറ്റിൽ പ്രോബ്ലംസ് ഉണ്ട്. അതിന് പ്രോബ്ലം ആര് സോൾവ് ചെയ്യുന്നോ അവരാണ് വലിയ ബിസിനസ്സുകാരനാണ്. അതായത് വളരെ രസകരമായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ, നമുക്ക് തന്നെ ഇഷ്ടംപോലെ പ്രോബ്ലം ഉണ്ട്. നമ്മുടെ കൂടെ നമ്മുടെ സമൂഹത്തിലുള്ള ബാക്കിയുള്ളവരുടെ പ്രോബ്ലം നമ്മൾ തീർത്തു കൊടുക്കാമെങ്കിൽ നമ്മുടെ പ്രോബ്ലം തീരും. സിമ്പിളാണ്. ഇത്ര മനസ്സിലാക്കിയാൽ മതി. നമുക്ക് പ്രോബ്ലം ഉണ്ട്, നമ്മുടെ പ്രോബ്ലം തീരണമെങ്കിൽ മറ്റുള്ളവരുടെ പ്രോബ്ലം നമ്മൾ തീർത്തു കൊടുക്കൂ. നോക്കൂ, കേരളത്തിൽ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയാം. നമ്മുടെ നാട്ടിലെ ഒരു കാലത്തെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു പവർ കട്ട്. എന്നും കറണ്ട് പോയി കിടക്കുക ആഴ്ചകൾ. നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരുപക്ഷെ ഒരു 50-55 വയസ്സിൻ്റെ ഒക്കെ ഉള്ള ആൾക്കാർക്കറിയാം, ഒരു കറണ്ട് പോയി കിടന്ന ആഴ്ചകളൊക്കെയാണ് ഓരോ വില്ലേജുകളിലൊക്കെ. ഞങ്ങളുടെയൊക്കെ വില്ലേജിൽ 2 ആഴ്ചയും പറ്റി എടുക്കും കറണ്ട് പോയി കിടന്ന. ചിലപ്പം മഴക്കാലത്തൊക്കെ ട്രാൻസ്ഫോമർ എന്തെങ്കിലും മര ഒടിഞ്ഞ് വീണു 2 ആഴ്ചയും പറ്റി എടുക്കുമായിരുന്നു കറണ്ട്. അതുപോലെ പവർ കട്ട് ഈ സാധനത്തിന് നാട്ടിലുണ്ടായിരുന്നൊരു പ്രോബ്ലമാണ്. പക്ഷേ നമ്മൾ ഈ പ്രോബ്ലത്തിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇതൊരു പ്രോബ്ലം ആണെന്ന് പോലും ചിലപ്പോൾ നമുക്കറിയാൻ മേല. പ്രോബ്ലം ആണെന്ന് മനസ്സിലാകുന്ന എപ്പോഴാണ്? ഇവിടെയുള്ള ആൾക്കാർ ഗൾഫിലൊക്കെ പോയി ജോലി ചെയ്യാൻ തുടങ്ങിയതോടെയാണ് 24 മണിക്കൂറും പവറൊക്കെ ആൾക്കാർ കാണാൻ തുടങ്ങി. 24 hours കറണ്ട് കാണാൻ തുടങ്ങി. അവർ നാട്ടിൽ തിരിച്ചു വന്നപ്പോൾ തന്നെ ഓയ്യോ ഇവിടുത്തെ ജീവിതം എങ്ങനെയാണ്, വീട്ടിൽ ചെന്നാൽ കറണ്ട് ഉണ്ടാവില്ല, എന്ത് ചെയ്യാൻ പറ്റും, ഇത് കാണാൻ തുടങ്ങിയത്. ഈ സമയത്ത് എന്തുകൊണ്ടാണ്? ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കെടുകാര്യസ്ഥതയായിരുന്നു അതിന് കാരണം. കൃത്യസമയത്ത് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ഇന്നഫിഷ്യൻ്റ് ആയിട്ടുള്ള ആയിരുന്നു KSEB. ഇതായിരുന്നു ചിറ്റലപ്പള്ളി കൊച്ചയൂസഫ് എന്ന് പറഞ്ഞ ഒരാൾ ഗ്രോ ചെയ്യാനുള്ള റീസൺ. അതിൻ്റെ അർത്ഥം എന്താണ്? മാർക്കറ്റിലുണ്ടായിരുന്ന പ്രോബ്ലത്തിന് അദ്ദേഹം സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുത്തു. അദ്ദേഹം സ്റ്റെബിലൈസറും ഇതൊക്കെ ആയിട്ട് വന്നു. ആ സമയത്ത് ഇൻവെർട്ടറോ സ്റ്റെബിലൈസറോ ഇതിനെക്കുറിച്ചൊന്നും ആരും കേട്ടിട്ടുള്ളൊരു സാധനമല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് മാർക്കറ്റിലുണ്ടായിരുന്ന പ്രോബ്ലത്തിന് സൊല്യൂഷനായിട്ട് അദ്ദേഹം വന്നു. അദ്ദേഹം കോടീശ്വരനായി. സിമ്പിളാണ്. കാറ് പോലും ഇല്ലാത്തൊരു കമ്പനി ലോകത്തെ ഏറ്റവും വലിയ ഫ്ലീറ്റ് ഓണറായി മാറിയത് എന്തുകൊണ്ടാണ്? നമ്മളൊരു ടാക്സി വിളിക്കാൻ ചെയ്താൽ അന്യായമായിട്ട് ചാർജ് ചോദിക്കുന്നു, ഡ്രൈവർമാർ വഴക്ക് പിടിക്കുന്നു. ഞാൻ അടുത്ത കാലത്ത് ബാംഗ്ലൂർ പോയപ്പം 30 വർഷത്തിന് മുമ്പ് ബാംഗ്ലൂർ ഓട്ടോറിക്ഷ പോയതിനേക്കാൾ കുറഞ്ഞ രൂപയ്ക്ക് ഈ അടുത്ത കാലത്ത് ബാംഗ്ലൂരിൽ AC കാറിൽ യാത്ര ചെയ്തു. ഉബർ വന്നുകൊണ്ടാണ്. 30 വർഷത്തിന് മുമ്പ് ഒരു ഓട്ടോക്കാരൊക്കെ അവിടെ നിന്ന് വഴക്ക് പിടിച്ച് നമ്മളോട് ട്രെയിനിൻ്റെ ടൈമായി അല്ല വണ്ടിയുടെ ടൈമായെന്ന് പറഞ്ഞാൽ അമ്മമാർ ട്രാഫിക് ബ്ലോക്കിലൊക്കെ ഇട്ട് ആ ലാസ്റ്റ് മിനിറ്റിൽ അവിടെ കൊണ്ട് എത്തിക്കും. നമുക്ക് അവരോട് ബാർഗൈൻ ചെയ്യാനോ പിടിക്കാനോ ഒന്നും ടൈമില്ലാതെ എന്നിട്ട് അന്യായമായിട്ട് പൈസ ചോദിക്കും. ഈ പ്രശ്നത്തിൻ്റെ സൊല്യൂഷനാണ് ഈ ഉബർ വന്നപ്പോൾ. കൃത്യമായിട്ടുള്ള സാധനം ഏത് വണ്ടിയാണ്, അതിൻ്റെ റേറ്റ് എത്രയാണ്, ഡ്രൈവറുടെ ഫോൺ നമ്പർ എത്രയാണ്, മുഴുവൻ ഡീറ്റെയിൽസ് എടുത്ത് കയ്യിലേക്ക് തരുന്നു. ഈ സാധനത്തെ ആർക്ക് വേണമെങ്കിലും, ഏത് ലേഡീസിനും ആർക്ക് വേണമെങ്കിലും രാത്രി പോലും യാത്ര ചെയ്യാം. കൃത്യമായിട്ട് ഏത് വണ്ടിയിലാണ് നമ്മൾ പോയിരിക്കുന്നത്, ഏത് ഡ്രൈവറുടെ കൂടെയാണ്, എല്ലാം കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തു. കൃത്യമായിട്ടുള്ള റേറ്റ്. ഇതാണ്. അവർക്ക് ഒരു കാർ പോലും ഇല്ലാത്ത ആൾക്കാരാണ് ലോകത്തെ ഏറ്റവും വലിയ ഫ്ലീറ്റ് ഓണറായത്. എന്ന് പറയുന്ന പോലെ മാർക്കറ്റിലുള്ള പ്രോബ്ലത്തിന് സൊല്യൂഷൻ കൊടുക്കുന്നത് ആരാണോ അവർ ഹ്യൂജായിട്ട് ഗ്രോ ചെയ്യും. നമ്മൾ വലിയ വലിയ കമ്പനികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ കോർപ്പറേറ്റ് വലിയ ലെവലിലുള്ള കമ്പനികളുടെ CEOമാരും മറ്റും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ വലിയ ഒരു ഓഫീസ് അല്ലെ വലിയൊരു പ്രൊജക്റ്റ് മാനേജ് ചെയ്യാൻ നിങ്ങൾ ആദ്യം നിങ്ങളുടെ വീട്ടിലെ ഒരു ചെറിയ ഫംഗ്ഷൻ നടത്തിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലൊരു ചെറിയ ഫംഗ്ഷൻ, നിങ്ങളുടെ ഒരു ബർത്ത്ഡേ പാർട്ടി നിങ്ങളൊന്ന് നടത്തി നോക്കൂ. നിങ്ങളൊരു ബർത്ത്ഡേ പാർട്ടി അല്ല, വീട്ടിലെ ചെറിയ കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടി നടത്തി നോക്കൂ. അതിനൊരു പ്ലാനിങ് വേണം, ബഡ്ജറ്റിങ് വേണം, കൃത്യമായിട്ടുള്ള കട്ട് ഓഫ് ഡേറ്റ് വേണം. ഇന്ന ഡേറ്റിനകം തീർക്കണം, ഇന്ന ഡേറ്റിനകം ഇൻവിറ്റേഷൻ തീർക്കണം, ഇന്ന ഡേറ്റിനകം ഫുഡിൻ്റെ പരിപാടികൾ അറേഞ്ച് ചെയ്യണം. ഇത്ര പേര് വന്നു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം, അവർക്ക് കുടിക്കാനുള്ള വെള്ളം ഉണ്ടാകണം, ഇതുണ്ടാകണം, അവർ തിരിച്ചു പോകുമ്പോൾ പാർക്കിംഗ് ഉണ്ടാകണം. ഇത് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ആദ്യം പഠിക്കാനാണ് അവർ ആദ്യം പറയുന്നത്. അതായത് വലിയ കമ്പനികൾ പോലും റൺ ചെയ്യണേ ആദ്യം വീട്ടിലെ ഒരു ചെറിയ ഫംഗ്ഷൻ നടത്തി പരിചയമുള്ളവരൊക്കെ സാധിക്കും. ഞാൻ ഇതുവരെ കണ്ടിരിക്കുന്ന പല കല്യാണങ്ങൾക്കൊക്കെ പോയിട്ട് വിമർശിക്കുന്ന ആൾക്കാരെ കാണാറ്. ഞാൻ ചുമ്മാ അവരോട് ചോദിക്കും, ചേട്ടൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ചേട്ടൻ നടത്തിയിട്ടുണ്ടോ? ഇല്ല. അത് നടത്തിയിട്ടില്ലാത്തവൻ അവിടെയൊക്കെ പോയി അഭിപ്രായം പറയും. അപ്പോൾ ഇവരൊന്നും അല്ല ജീവിതത്തിൽ ലോകത്തിൽ മാറ്റം ഉണ്ടാക്കുന്ന ഒരു കാര്യം വ്യക്തമായിട്ട് ക്ലാരിറ്റിയോടുകൂടി അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കുള്ളതാണ് ലോകം. അങ്ങനെയുള്ള ആൾക്കാരാണ് വലിയ സക്സസ് ഉണ്ടാക്കുന്നത്.